ഏത് പ്രദേശത്തേക്ക് കൊണ്ടുപോയാലും ഇവിടുത്തുകാർ അനുഭവിക്കുന്ന അതേ പ്രയാസങ്ങൾ അവിടെയുള്ള ആളുകളും ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരില്ലേ? ഇത് ശാശ്വതമായ ഒരു പരിഹാരമായി തന്നെ കാണാനാകുമോ? അല്ല, ഇത് ശാശ്വതമായ പരിഹാരമായി ഒരിക്കലും കാണാനാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അരിക്കൊമ്പൻ എന്നൊരാന അതൊരൊറ്റയാനല്ല എന്നത് ആദ്യം മനസ്സിലാക്കുക. ആനയുടെ ജീവിതം, ആനയുടെ സാമൂഹ്യ ജീവിതം, ആനയുടെ ബന്ധങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആന എങ്ങനെയാണ് മറ്റു മൃഗങ്ങളെ പോലെയല്ല, പല മൃഗങ്ങളെ പോലെയല്ല. ഇപ്പൊ കടുവ പോലെയല്ല. കടുവയ്ക്ക് അതിൻ്റെതായ ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. ആനയ്ക്ക് അങ്ങനെ പ്രത്യേകമായ ഏരിയ ഇല്ല. ആനയ്ക്ക് അതിൻ്റെ സാമൂഹ്യ ബന്ധങ്ങളാണ് പ്രധാനം. ഇപ്പോ ഇവര് പറയുന്ന പോലെ അതിനെ അവിടുന്ന് ചിന്നക്കനാലിൽ നിന്ന് മാറ്റി പെരിയാർ ടൈഗർ റിസർവിലേക്കോ അതുപോലെ ഏതെങ്കിലും സ്ഥലത്തേക്കോ കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രം അതിന്റെ പ്രശ്നം തീരുമെന്ന് പറയാനാവില്ല. രണ്ട് രീതിയിൽ അതിനെ കാണേണ്ടി വരും. ഒന്ന്, പുതിയ സ്ഥലത്ത് അതെങ്ങനെയാണ് പ്രവർത്തിക്കുക. പുതിയ സ്ഥലത്ത് ഒരുപക്ഷെ വളരെ അപരിചിതമായ ഒരിടങ്ങളിൽ തൻ്റെ ഇണകളോ തൻ്റെ ആളുകളോ കൂടെ ഇല്ലാത്ത ഒരിടത്ത് എങ്ങനെയായിരിക്കും അത് അരിക്കൊമ്പൻ പ്രവർത്തിക്കുക എന്ന് ഇപ്പോഴും നമുക്ക് നിർവചിക്കാൻ കഴിയാത്തതാണ്, നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ്. അത് ഒരു വലിയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അരിക്കൊമ്പൻ പോയ കാട്ടിൽ നിന്ന് മറ്റ് ആനകൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന വലിയ ചോദ്യമുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങളും ഉത്തരം കിട്ടാതെ നമുക്ക് അരിക്കൊമ്പന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, അവനെ നമ്മൾ കൊണ്ടുപോകുന്നത് പെരിയാർ ടൈഗർ റിസർവിലേക്കാണ് എന്ന് തന്നെ വെക്കുക. പറമ്പിക്കുളത്തേക്കാണെങ്കിൽ അതിന്റെ ദുരന്തങ്ങൾ ഒരുപാട് പേർ അത് കാണിച്ചു കഴിഞ്ഞു. പെരിയാർ ടൈഗർ റിസർവിലേക്കാണെങ്കിൽ അത് എങ്ങനെയാണ് പെരിയാർ ടൈഗർ റിസർവിലെ മറ്റു മൃഗങ്ങളുമായി, അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയുമായി, അവിടുത്തെ ആവാസ വ്യവസ്ഥയുമായി എങ്ങനെയാണ് ഇത് പ്രതികരിക്കുക എന്ന ചോദ്യമുണ്ട്. ഇനി അത് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരില്ല എന്ന ഉറപ്പ് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. കാരണം അത് അത്ര ദൂരെയൊന്നുമല്ല, ചിന്നക്കനാലിൽ നിന്ന് വളരെ ദൂരെയൊന്നുമല്ല. നമ്മൾ കാണുമ്പോൾ വളരെ ദൂരെയാണെന്ന് തോന്നിയെങ്കിലും ആനത്താരയെ സംബന്ധിച്ചിടത്തോളം അത് ദൂരെയാണെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ മണം പിടിച്ച് അത് വീണ്ടും ചിന്നക്കനാലിൽ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ശാശ്വതമായ പരിഹാരമാണ് ഇതെന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം ചിന്നക്കനാലുകാർക്ക് ഒരു ഗുണമായി, അല്ലെങ്കിൽ അവരുടെ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ കഴിയൂ.